ശ്രീ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈൻ. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ അനിൽ പറഞ്ഞത് പത്മകുമാറിൽ ഒതുക്കരുത്, മുകളിലേക്ക് കടകംപള്ളിയിലേക്ക് എത്തണം എന്നാണ്. പക്ഷേ നിലവിൽ അങ്ങനെയുള്ള മൊഴി ഇല്ല എന്നാണ്. അന്വേഷണ സംഘത്തിന് പരിമിതികളുണ്ട്, വിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല, ഹൈക്കോടതിയുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഉള്ളതാണ്. പക്ഷേ ഈ കടകംപള്ളിയുടെ പേരിങ്ങനെ പ്രചരിച്ചതുകൊണ്ട് അന്വേഷണ സംഘം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രചാരം കിട്ടിപ്പോകും അതിന്. പക്ഷേ അനിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചുവല്ലോ, മുകളിലും ഒരാൾ ഉണ്ടാവാം, ഈ ഭരണസമിതിയിൽ ഒതുങ്ങുകയില്ല എന്ന്. അല്ല, അത് വാസ്തവം പറയണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ എന്താ പറയുക, ഒരു ഗ്ലാമർ കേരളത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഏതോ ഒരു കോർണറിൽ നിന്ന് പുറത്തുവിട്ടാകും. നമ്മൾ ശബരിമലയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ല, ഗ്ലാമർ ഇപ്പോൾ പത്മകുമാർ തന്നെ അറസ്റ്റ് ചെയ്താലും ഗ്ലാമറിന് കുറവുണ്ടാവും. അത് ഞങ്ങൾ ഫീൽഡിലൊക്കെ പോകുന്നില്ല, ഞങ്ങൾക്ക് അറിയാൻ വ്യക്തമായിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി, ആർജവത്വവും ഈ അന്വേഷണത്തിൽ എത്രത്തോളം ഫലം ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിലല്ല നമ്മൾ നിൽക്കേണ്ടത്. ശബരിമല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അതിന്റെ അധികാരത്തെ കുറിച്ച് തന്നെ ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അതൊരു ഓട്ടോണമസ് ബോഡിയാണ്, അതൊരു സ്വതന്ത്ര ബോഡിയാണ്. സർക്കാരിന്റെ കാര്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ എന്താ പറയുക, ഒരു സ്വന്തം അധികാരമുള്ള ബോഡിക്ക് മുകളിൽ സർക്കാരിനില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രിയെ സംബന്ധിച്ചോളം അവിടുത്തെ ഡേവേ നടക്കുന്ന ദിനംപ്രതി നടക്കുന്ന പരിപാടികളിലോ പൂജകളിലോ അതിന്റെ തീരുമാനം എടുക്കുന്നതിലൊന്നും ഒരു അധികാരവും ഈ മന്ത്രിക്കില്ല. അത് സ്വയംഭരണാധികാരമുള്ള ഈ ബോർഡിനാണ്. സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത് അതിന്റെ അവിടെ വരുന്ന തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ആ ക്രമസമാധാനം പാലിക്കുക, അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ സർക്കാരിനുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഒരു മന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അസംബന്ധമാണ്. അത് പൊളിറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അധികാരപരമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തകളെ കുറിച്ചുള്ള വികലമായ ഒരു വീക്ഷണം മാത്രമേ ഉള്ളൂ. തന്നെയുമല്ല, SITയുടെ ഭാഗത്തു നിന്നും നമുക്കറിയാൻ പറ്റുന്നത് ഈ പറയത്തക്ക രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധികാരത്തിന്റെ ചെങ്കോല് പിടിച്ചുകൊണ്ട് അതിലെ കടന്നുകയറ്റത്തിനോ ഈ കടകംപള്ളി തുനിഞ്ഞിട്ടില്ല. കടകംപള്ളിക്ക് അതിന് സാധിക്കത്തുമില്ല. SIT തന്നെ പറഞ്ഞു അങ്ങനെ ഒരു മൊഴിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വെറുതെ എന്തിനാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ അതിനകത്ത് വലിച്ചടിക്കുന്നത്? ഒരു മന്ത്രിക്ക് ശബരിമലയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അവിടെ ചെയ്യേണ്ടത് ആത്യന്തികമായിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നയാൾ, ആ പൂജാപരമായിട്ടുള്ള കാര്യങ്ങൾ, ശ്രീകോവിലെ കാര്യങ്ങൾ, ശബരിമലയിലെ ചടങ്ങുകളെ കുറിച്ച് തീരുമാനം എടുക്കേണ്ട ഒറ്റ വ്യക്തി തന്ത്രിയാണ്. തന്ത്രി അറിയാതെ കണ്ട് അവിടുന്ന് ഒരു ഇല പോലും അനങ്ങത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. കഴിഞ്ഞ 4 ദിവസം മുമ്പ് SIT അവിടെ പോയി പരിശോധന നടത്തുന്നതിന് മുമ്പ് ഈ തന്ത്രിയുടെ അനുമതി ചോദിച്ചിരുന്നു. എന്തിനാ? അധികാരമുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു തന്ത്രിയുടെ അനുമതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അതിന്റെ ആചാരം അതാണ്. അതുകൊണ്ട് ഈ തന്ത്രിയുടെ അനുമതി എടുത്തില്ല. അപ്പൊ അവിടെ തന്ത്രിക്ക് ഇതിനകത്ത് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. തന്ത്രിയെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ടറിയാം തന്ത്രിയുടെ അറിവില്ലാതെ അവിടെ ഒന്നും പോകത്തില്ല. മന്ത്രി ഉണ്ടാവില്ല, പക്ഷേ തന്ത്രി ഉണ്ടാകും അല്ലേ? സംശയം കാര്യത്തിന് മഞ്ജുഷും എനിക്കും എല്ലാവർക്കും അറിയാം. കാരണം ശബരിമലയുടെ പരമാധികാരി തന്ത്രിയാണ്. തന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഒപ്പിട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിവില്ല. കൂടുതൽ ശരണയ്യപ്പ, സ്വാമി ശരണം എന്നൊക്കെ പറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, മഞ്ജുഷ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. വാജിവാഹനം എന്ന് പറയുന്ന കൊടിമരത്തിന്റെ മുകളിലുള്ള ഇറിഡിയം കലർത്തി നിർമ്മിച്ചെന്ന് വാർത്തകളിലൂടെ പറഞ്ഞത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ദൃഷ്ടിയിൽ അത് എടുത്തുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറി ഇടപെടുന്നത് ദയവായിട്ട് ക്ഷമിക്കണം. റെജി ലൂക്കോസിന്റെ കൂട്ട് ഹൈന്ദവപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു വ്യക്തതയും ഇല്ലാത്ത വ്യക്തിയെ കൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ പറയിക്കരുത്. വാജിവാഹനത്തിലൊന്നുമല്ല ഇറിഡിയം ഉള്ളത്. അദ്ദേഹം ചുമ്മാതെ വിഡ്ഢിത്തം പറയരുത്. വാജിവാഹനം ഒരു കുതിരയുടെ താങ്കൾ വെറുതെ ഹിന്ദുമതത്തിലെ വാജിവാഹനം ഇപ്പൊ എവിടെയുണ്ട് എന്നുള്ളതാണ്. വാജിവാഹനം എവിടെയുണ്ട് എന്നുള്ളതാണ് റെജി പറഞ്ഞത്. ഉണ്ട് എങ്കിൽ അത് താഴിയക്കുടത്തിലാണ്. വാജിവാഹനം എന്താ, താഴിയക്കുടം എന്താ, ചുക്കും ചുണ്ണാമ്പും എന്താ? ശ്രീ റെജി ലൂക്കോസ് ഇത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പുലമ്പരുത് ദയവായിട്ട്. താങ്കൾ രാഷ്ട്രീയം പറഞ്ഞോളൂ, ഹിന്ദു ക്ഷേത്രം താങ്കൾ 101 അനിൽ താങ്കൾ തന്ത്രിയെ അനുകൂലിക്കുന്ന ആളല്ലല്ലോ അല്ലേ? തന്ത്രിയെ അനുകൂലിക്കുന്ന ആളല്ലല്ലോ അല്ലേ? അനുകൂലിക്കുന്നില്ലല്ലോ. ഞാൻ തന്ത്രിയെ പറ്റി അല്ല പറഞ്ഞത്. വാജിവാഹനം എന്ന് പറയുന്ന ഒരു കുതിരയുടെ രൂപം മാത്രമാണ് ശ്രീ റെജി ലൂക്കോസ്. അതിനകത്തൊന്നും വെക്കത്തില്ല, താഴിയക്കുടത്തിലാണ്. താങ്കൾ വിഡ്ഢിത്തം. ശരി, അത് അല്ല റെജി അതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത് തന്ത്രിയുടെ വീട്ടിലല്ലേ വാജിവാഹനം എന്നുള്ളതാണ്. ശരി, അതേ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഇത് തന്നെ പറഞ്ഞതാണ്. വാജിവാഹനത്തിനകത്ത് ഉണ്ട് വിഡ്ഢിത്തം പറയരുത്. ഹിന്ദു മത സങ്കല്പങ്ങളെ പറ്റി ഇത്തരത്തിലുള്ള അറിവില്ലാത്ത വിഡ്ഢിത്തം പുലമ്പാൻ താങ്കൾക്ക് യാതൊരു യോഗ്യതയില്ല. രാഷ്ട്രീയം താങ്കൾ പറയുന്നത് ഞാൻ സമ്മതിച്ചു തരാം. ഇറിഡിയം എന്ന് പറയുന്ന മൂലകം ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഏതിനകത്താണ്? താഴിയക്കുടം എന്താ, വാജിവാഹനം എന്താണെന്നറിയാത്ത വിഡ്ഢിത്തം ദയവായിട്ട് താങ്കൾ പുലമ്പരുത്.
താങ്കള് എന്റെ വിഡിത്തത്തിന് സർട്ടിഫിക്കറ്റ് തരാനായിട്ട് ഒരു മണ്ടനെ, അതായത് കൊള്ള നടത്തിയെന്ന് ഉള്ള ഒരു തരത്തിലുള്ള വിവരമില്ലാത്ത അത് എങ്ങനെയാണെന്ന് പറയുന്നത്. താങ്കൾ എന്നെ ഹിന്ദുത്വം പഠിപ്പിക്കേണ്ട, ഹിന്ദുവായിട്ട് ഇരിക്കുന്നില്ല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട്. അതിൽ തർക്കം വേണ്ട. ഒറ്റ കാര്യമേ ഉള്ളൂ, വാജിവാഹനം തന്ത്രിയുടെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം റെജി പറയാൻ വന്നപ്പോഴാണ് താങ്കൾ പറഞ്ഞത് വാജിവാഹനത്തിന്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞത്. പക്ഷെ റെജി പറയാൻ ഉദ്ദേശിച്ച് വാജിവാഹനത്തിന്റെ പ്രത്യേകതകളല്ല. ശ്രീ അനിൽ ഇക്കാര്യത്തിൽ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലല്ല, വാജിവാഹനം ആരുടെ വീട്ടിലാണ് എന്നുള്ള കാര്യം റെജി പറഞ്ഞതിനോട് താങ്കൾ അനുകൂലിക്കുന്നുണ്ടല്ലോ. വ്യത്യാസമില്ലാതെ എനിക്ക് താല്പര്യമില്ല. ശരി, റെജി പറഞ്ഞോളൂ. അയാൾ എന്നാ വാക്കൊക്കെ ഉപയോഗിക്കുന്നത്? അയാളൊരു മണ്ടനാണെന്നുള്ള കേൾക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയത്തില്ല. അല്ലല്ലോ, അനിൽ നിർത്തുവോ. ലോകത്തെല്ലാവരും എഴുതുന്നുണ്ട് കമന്റുകള്. എന്ന് പറഞ്ഞത് താനി മണ്ടത്തരവാ പറഞ്ഞത്. ശരി, അനിൽ അതിലേക്കല്ലായിരുന്നു ചർച്ച പോയത് തന്ത്രിക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യത്തിലായിരുന്നു. അതാണ് താങ്കൾ തടസ്സപ്പെടുത്തിയത്. ശരി, എന്തായാലും തന്ത്രിയുടെ പേര് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എങ്കിലും തന്ത്രിയുടെ പങ്കാളിത്തവും അന്വേഷിക്കണം എന്ന രീതിയിലുള്ള ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിന് കാരണം ഈ വാജിവാഹനത്തെക്കുറിച്ചുള്ള വിവാദങ്ങളാണ്. എന്നാൽ നിലവിൽ കിങ് പിൻ പത്മകുമാർ എന്നുള്ള കാര്യത്തിലാണ് SIT അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. അതേക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ അടങ്ങിയ റിമാൻഡ് റിപ്പോർട്ടാണ് ഇന്നലെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ളത് SIT. അതിലാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ എടുത്ത തീരുമാനമാണ്. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി നൽകാം എന്ന നിർണായകമായ തീരുമാനമെടുത്തത് 2019 മാർച്ചിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗമാണ്. ആ യോഗത്തിന്റെ അജണ്ടയിലാണ് സ്വന്തം കൈയക്ഷരത്തിൽ പത്മകുമാർ എഴുതി ചേർത്തത് ചെമ്പുപാളികൾ എന്ന്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, SITയുടെ അന്വേഷണം ഇനി പോകുന്നത് N വാസുവിൽ നിന്നും അതുപോലെ തന്നെ പത്മകുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ നിലവിൽ ഉദ്യോഗസ്ഥന്മാർ, ഇതിൽ പങ്കാളിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരിൽ പലരും അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഇനി ഈ രണ്ടുപേരെയും കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അതിന് മുകളിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ള കാര്യമാണല്ലോ. 2024-25 കാലഘട്ടത്തിൽ സന്നിധാനത്ത് നടന്ന തിരിമറികൾ, അതിൽ വീണ്ടും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എത്താനിടയായ സാഹചര്യം, ഇതിലേക്ക് അന്വേഷണം പോകുവാനുള്ള സാധ്യതയും കാണുന്നില്ലേ ഇപ്പോൾ? അതായത് ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ്സ് പോലെ 2021 മുതൽ ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ കോടതിയുടെ ഒരു നിരീക്ഷണം അവിടെ ഉണ്ടാകുകയും ഇതിൽ എന്തോ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന സമയം വരെ തുടർച്ചയായി ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കപ്പെട്ടു എന്നതാണ് വസ്തുത. അതുകൊണ്ട് 2021 ഈ വാതിൽപ്പാളിയും അല്ലെങ്കിൽ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പവും അവിടെ നിന്ന് കൊണ്ടുപോയ കാര്യത്തിൽ മാത്രമായിരിക്കില്ല അന്വേഷണം എത്തുക. അത് ES പ്രശാന്തിന്റെ കാലത്ത് അവിടെ നിന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മാസം തയ്യാറാക്കി ഈ സ്വർണം പൂശുന്നതിന് വേണ്ടി ഇത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്ന സാഹചര്യം ഉണ്ടാക്കി അവിടെ നിന്ന് തിരികെ എത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം എത്തും. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ആർക്കും എന്ന് കോടതി തന്നെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്ന. ശരിയാണ് ഡാൻ. എന്തായാലും 2018 മുതൽ 2025 വരെ സന്നിധാനത്ത് നടന്ന ഈ തിരിമറി, സ്വർണവുമായി ബന്ധപ്പെട്ട് നടന്ന തിരിമറികളാണ് ഹൈക്കോടതി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും 2018-19 കാലഘട്ടത്തിലെ മാത്രമല്ല 24-25 കാലഘട്ടത്തിലെയും തിരിമറികൾ അന്വേഷണ പരിധിയിലേക്ക് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ശ്രീ RV ബാബു ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ RV ബാബു, പത്മകുമാറിലേക്ക് അന്വേഷണം എത്തി നിൽക്കുകയാണ്. പത്മകുമാറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചതെന്നും അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതി ചേർത്തു ചെമ്പുപാളികൾ എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശം. പത്മകുമാറിൽ ഒതുങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുകളിലേക്ക് പോകുവാൻ സാധ്യത കാണുന്നില്ല. പത്മകുമാറിൽ ഒതുങ്ങുക എന്ന് പറയുമ്പോൾ പത്മകുമാർ തന്നെ ഇതിനു മുൻപ് പത്രങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് താൻ ദൈവതുല്യം കരുതുന്ന ആൾക്കാര് ആണ് അവരെ കുറിച്ചിട്ടാണ് എനിക്ക് വളരെ വലിയ ആശങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് പത്മകുമാറിന്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടിരുന്നല്ലോ. മാത്രമല്ല പത്മകുമാർ പറയുകയുണ്ടായിരുന്നു, ഞാൻ വിദേശയാത്ര ഒന്നും നടത്തിയിട്ടില്ല, വിദേശയാത്ര നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് അഴിമതികളുടെ കാര്യമാണ് അതിലൂടെ പുറത്തു വരുന്നത്. പത്മകുമാറിന് അറിയാവുന്ന പല കാര്യങ്ങളും പത്മകുമാർ പുറത്തു പറയുന്നില്ല എന്നാണ് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുക.
ഏതായാലും പത്മകുമാർ മാത്രമല്ല, പത്മകുമാറിൽ നിന്നും ഈ വിഷയത്തില് രാഷ്ട്രീയപരമായിട്ട് പത്മകുമാറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അപ്പോയിന്റിംഗ് അതോറിറ്റി ഉണ്ട്. അത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് കാര്യം. ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്യുന്നതാണ്, ക്യാബിനറ്റിലെ ഹിന്ദു MLA-മാർ അല്ലെ ഹിന്ദു മന്ത്രിമാർ തെരഞ്ഞെടുക്കുന്നതാണെന്നൊക്കെ നമുക്ക് സാങ്കേതികമായി പറയാമെങ്കിലും പത്മകുമാറിനെ നിശ്ചയിച്ചത് CPM നേതൃത്വമാണ്. അപ്പൊ CPM നേതൃത്വം അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊന്നും നമുക്ക് വിചാരിക്കാൻ സാധ്യമല്ല. CPM പോലുള്ളൊരു പാർട്ടിയുടെ സ്വഭാവമുണ്ട്. CPM പോലുള്ളൊരു പാർട്ടി സാധാരണയായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ക്ലിയർ ആയിട്ട് ഓരോ വിഷയങ്ങളിലും CPM അതിൻ്റെതായ രാഷ്ട്രീയമായ നയപരിപാടികളും രാഷ്ട്രീയമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ്, തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ആക്ഷനും എടുക്കുക. ഇവിടെ CPM-ന് ഈ കാര്യത്തിൽ ബന്ധമില്ലാന്നൊന്നും പറയാൻ സാധ്യമല്ല. പത്മകുമാറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, നന്ദി ശ്രീ ആർ വി ബാബു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും ഇനി അങ്ങോട്ട് അന്വേഷണം എവിടം വരെ എത്തും എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ്, അതുമാത്രമല്ല CPM-ന്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പത്മകുമാർ. പത്മകുമാറിന്റെ അറസ്റ്റ് സ്വാഭാവികമായിട്ടും CPM-ഉം വിശദീകരിക്കേണ്ടി വരും. പത്മകുമാർ അറസ്റ്റിലായതല്ലേ ഉള്ളൂ, കുറ്റവാളി ആയിട്ടില്ലല്ലോ എന്നുള്ള പ്രതികരണമാണ് ആദ്യ പ്രതികരണം എന്ന രീതിയിൽ MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമെന്നാണ്